ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ സർവഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുര സുന്ദരിയൈ നമ. ഓം ഹരിശ്രീ ഗണപതേ നമ. വിഘ്നമസ്തു. സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായ തേ നമഃ. ഹരി ഓം. ശ്രീ ശങ്കര ഭഗവത്പാദ വിരചിതം സൗന്ദര്യലഹരി സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ 59-ാമത്തെ ശ്ലോകമാണ് പഠിച്ചത്. ഇന്ന് പഠിക്കേണ്ടത് 60-ാമത്തെ ശ്ലോകം. ഇതിൽ സരസ്വതി ദേവിയുടെ ആ കുണ്ടലങ്ങൾ, ദേവിയുടെ വാക്കുകളെ കേട്ട് എന്താ പറയുന്നത്, ആ കുണ്ടല പ്രവാഹം ശബ്ദങ്ങളുണ്ട്, ജണജണ ശബ്ദം ഉണ്ടാക്കി അനുമോദന വചനത്തെ നൽകുന്നുവെന്ന് പറയുന്നു. അപ്പോൾ ആ ശ്ലോകം വായിക്കാം. സരസ്വത്യാ സൂക്തിരമൃതലഹരി കൗശലഹരീഹി പിബന്ധ്യാ സർവാണി ശ്രവണചുളുകാഭ്യാമവിരളം ചമത്കാരശ്ലാഘാചലിതശിരസകുണ്ടലഗണോ ജണൽക്കാരൈസ്താരൈഃ പ്രതിവചനമാചഷ്ടൈവ തേ. സരസ്വത്യാഃ സൂക്തീഃ അമൃതലഹരീ കൗശലഹരീഃ പിബന്ധ്യാഃ സർവാണി ശ്രവണചുളുകാഭ്യാം അവിരളം ചമത്കാരശ്ലാഘാ ചലിതശിരസഃ കുണ്ടലഗണഃ ജണൽക്കാരൈഃ താരൈഃ പ്രതിവചനം ആചഷ്ട ഇവത്തെ. ഇനി എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് നോക്കാം. സരസ്വത്യാ സൂക്തിരമൃതലഹരി കൗശലഹരീഃ പിബന്ധ്യാ സർവാണി ശ്രവണചുളുകാഭ്യാമവിരളം ചമത്കാരശ്ലാഘാചലിതശിരസകുണ്ടലഗണോ ജണൽക്കാരൈസ്താരൈഃ പ്രതിവചനമാചഷ്ടൈവ തേ. നമുക്ക് ഈ വാക്കിൻ്റെ ഒക്കെ ഓരോ വാക്കിൻ്റെ അർത്ഥം നോക്കാം. സരസ്വത്യാഹ, സരസ്വതിയുടെ. സൂക്തീഹി, സൂക്തി എന്ന് പറഞ്ഞാൽ നല്ലത്, ഉക്തികൾ, വാക്കുകൾ, വചനങ്ങൾ. അപ്പം നല്ല വാക്കുകൾ അല്ലെങ്കിൽ നല്ല വചനങ്ങൾ. അമൃതലഹരി, അമൃതപ്രവാഹം, അതിൻ്റെ ലഹരി, അതിലെ ആനന്ദം. അതായത് സരസ്വതി ദേവിയുടെ വീണവായന പോലെയുള്ള ദേവിയെപ്പറ്റിയുള്ള ആ സ്തുതികളും മധുരമുള്ള വാക്കുകളുമൊക്കെ കേട്ട് ആനന്ദലഹരിയായിട്ട് ഇരിക്കുന്ന അത് കൗശലഹരി, അതിനെ ഹരിക്കുന്ന. അപ്പോൾ അത് കേട്ട് ആ ശബ്ദത്തെ, ആ മാധുര്യത്തെ, ആനന്ദപ്രവാഹത്തെ ഹരിക്കുന്ന, അല്ലെങ്കിൽ പിബന്ധ്യാഹ, ഹരിക്കുക പറഞ്ഞാൽ ഇല്ലാതെയാക്കുക, നശിപ്പിക്കുക. പിബന്ധ്യാഹ, കുടിക്കുക, പിബനം ചെയ്യുക, കുടിക്കുക. സർവാണി, സർവാണി സർവൻ്റെ പത്നി, മഹാദേവൻ്റെ പത്നിയായ ദേവി. ഭൈരവൻ്റെ പത്നി ഭൈരവി, സർവൻ്റെ പത്നി ശർവാണി, ശിവൻ്റെ പത്നി ശിവ. ഇങ്ങനെ ശ്രവണചുളുകാഭ്യാം, ശ്രവണ ഇന്ദ്രിയത, ചെവി, കേൾക്കുന്ന ഇന്ദ്രിയം, അതാണ് ശ്രവണ ഇന്ദ്രിയം, അതാണ് ചെവികൾ. ചുളുകം, ചുളുകം എന്ന് പറഞ്ഞാൽ സ്പൂണെന്നൊക്കെ അർത്ഥം. ഈ കുമ്പിള് കൂട്ടില്ലേ, കുമ്പിള് ഉണ്ടാക്കുക, ഒരു പ്ലാവില കൊണ്ടൊക്കെ നമ്മൾ സ്പൂൺ ഉണ്ടാക്കുമല്ലോ കഞ്ഞി കുടിക്കാനായിട്ട്, അതാണ്. അപ്പം ഈ എന്താ പറയുക, പശുവിൻ്റെയൊക്കെ ചെവി പോലെ, ഈ കുമ്പിള് പോലെ കൂർപ്പിച്ച ചെവി എന്നർത്ഥം. ചുളുകാഭ്യാം അവിരളം,
ആ രണ്ട് ചെവികൾ, അവിരളം എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിങ്ങനെ കൂർപ്പിച്ച് വെച്ചിരിക്കുക, കേട്ട് ആനന്ദിക്കാൻ, അല്ലേ? സരസ്വതി ദേവിയുടെ ആ ഇത്. അപ്പം ചമൽക്കാര ശ്ലാഘ, ചമൽക്കാരം എന്ന് പറഞ്ഞാൽ അതിശയം, അതിശയമായ ശ്ലാഘ ചലിത ശിരസഹ. ശ്ലാഘ എന്ന് പറഞ്ഞാൽ പ്രശംസ, ചലിത ശിരസ എന്ന് പറഞ്ഞാൽ തലയാട്ടി രസിക്കുക. നമ്മൾ ചില നല്ല പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തലയാട്ടി രസിക്കില്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കുണ്ടലഗണ, കുണ്ടലഗണങ്ങൾ, കുണ്ടലം സമൂഹം. ജണൽക്കാരൈ താരൈഹി, ജണ ശബ്ദം. അപ്പോൾ ഉച്ചത്തിലുള്ള ജണൽക്കാര ശബ്ദം, ആ ശബ്ദം കേൾക്കുമ്പോൾ എന്താ വിചാരിക്കുന്നേ? പ്രതിവചനം ആചഷ്ടൈവതി. പ്രതിവചനം എന്ന് പറഞ്ഞാൽ ഉത്തരം നൽകുക, അഭിനയിക്കുക, അതിൻ്റെ അല്ലെങ്കിൽ അതിന് ഉത്തരം കൊടുക്കുക, അതിനെ എന്താ അതിന് പറയുക, അഭിനന്ദിക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. ആചഷ്ട, ആചരിക്കുക എന്നൊക്കെ അർത്ഥം. ഇതുപോലെ, ആചരിക്കുന്നത് പോലെ. നമുക്കിനി ആ വാക്കുകളുടെ അർത്ഥം ഒന്നും കൂടി ഒന്ന് വായിച്ചിട്ട് നോക്കാം. സരസ്വത്യാ സൂക്തിരമൃതലഹരി കൗശലഹരീഹി പിബന്ധ്യാ ശർവാണി ശ്രവണചുളുകാഭ്യാമവിരളം ചമൽക്കാരശ്ലാഘാ ചലിതശിരസ കുണ്ടലഗണോ ജണൽക്കാരൈസ്താരൈഹി പ്രതിവചനമാചഷ്ട ഇവതേ. പ്രതിവചനം ആചഷ്ട, പ്രതിവചനമാചഷ്ട, മകാരം വരും. ജണൽക്കാരൈസ് താരൈഹി, ജണൽക്കാരൈഹി താരൈഹി. അപ്പോൾ അവിടെ സായുടെ ഇത് വരും. ചുളുകാഭ്യാം അവിരളം, ചുളുകാഭ്യാം മാ വരും അവിടെ. അപ്പം ഇവിടെ സരസ്വത്യാ സൂക്തിഹി, സരസ്വതി ദേവിയുടെ മധുരാലാപങ്ങളെ എന്നെടുക്കാം. അമൃതലഹരി കൗശലഹരി പിബന്ധ്യാഹ, സുധാപ്രവാഹത്തിൻ്റെ, അമൃതപ്രവാഹത്തിൻ്റെ സുഭഗതയെ അപഹരിക്കുന്ന, പാനം ചെയ്യുന്ന ശർവാണി, ശർവൻ്റെ പത്നി, മഹാദേവൻ്റെ പത്നി. ശ്രവണ ചുളുകാഭ്യാം അവിരളം, സാവധാനമായി കർണങ്ങളാകുന്ന ചുളുകകൾ കൊണ്ട്, കൂർപ്പിച്ചു വെച്ച ചെവി കൊണ്ട്. ചമൽക്കാര ശ്ലാഘ ചലിത ശിരസഹ, ചമൽക്കാര ശ്ലാഘകളിൽ കുലുക്കപ്പെട്ട ശിരസോടുകൂടി ആനന്ദത്തിൽ ആറാടിയിരിക്കുന്ന അത് ഇതാണ് ശ്ലാഘ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രശംസിക്കുക, പ്രശംസിക്കുന്ന തരത്തിൽ അങ്ങനെ തലയാട്ടിയിരുന്ന് രസിക്കുക. ചമൽക്കാര ശ്ലാഘകളാൽ കുലുക്കപ്പെട്ട ശിരസോടുകൂടിയ കുണ്ടലഗണം, കുണ്ടല സമൂഹം. ജണൽക്കാരൈസ്താരൈഹി, ഉച്ചങ്ങളായ വർദ്ധിച്ച ജണൽക്കാര ശബ്ദത്താൽ. പ്രതിവചനം ആചഷ്ടൈവതേ, നിന്തിരുവടിക്ക് അനുമോദന വചനത്തെ പറയുവാണോ എന്ന് തോന്നുന്നു എന്നർത്ഥം. അപ്പം നമുക്ക് ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. സരസ്വത്യാ സൂക്തിരമൃതലഹരി കൗശലഹരി പിബന്ധ്യാ ശർവാണി ശ്രവണചുളുകാഭ്യാമവിരളം ചമൽക്കാരശ്ലാഘാ ചലിതശിരസ കുണ്ടലഗണോ ജണൽക്കാരൈസ്താരൈഹി പ്രതിവചനമാചഷ്ട ഇവതേ. അല്ലയോ ശിവപത്നി, ഭൈരവപത്നി, ഭൈരവിയായ പോലെ ശർവപത്നി, ശർവപത്നി എന്ന് പറഞ്ഞാൽ ശർവൻ്റെ, മഹാദേവൻ്റെ പത്നി. ഇനി ശിവപത്നി എന്ന് പറഞ്ഞാൽ ശിവ, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഭൈരവൻ്റെ പത്നിയാണ് ഭൈരവി, അങ്ങനെ. അപ്പം അല്ലയോ ശർവപത്നി, മഹാദേവൻ്റെ പത്നി, സുധാപ്രവാഹത്തിൻ്റെ സുഭഗതമായ, അല്ലെങ്കിൽ ആ സുഭഗതയെ, അതിൻ്റെ ആ മധുരമായ ഒഴുക്കിനെ അപഹരിക്കുന്ന നിന്തിരുവടിയുടെ മധുരാലാപങ്ങളെ കർണങ്ങളാകുന്ന ചുളുകകൾ, ചുളുക എന്ന് പറഞ്ഞാൽ സ്പൂണ്, കുമ്പിൾ എന്നൊക്കെ അർത്ഥമുണ്ട്, കൊണ്ട് സാവധാനമായി പാനം ചെയ്യുന്നവളും. അത് നിമിത്തം ചമൽക്കാര ശ്ലാഘകളിൽ കുലുക്കപ്പെട്ട ശിരസോടുകൂടിയവളും ആയ സരസ്വതി ദേവിയുടെ
കുണ്ടല സമൂഹം വർദ്ധിച്ച അല്ലെങ്കിൽ ഉച്ചങ്ങളായ ജനജന ശബ്ദങ്ങളാൽ നിന്തിരുവടിക്ക് അനുമോദന വചനത്തെ പറയുന്നുവെന്ന് തോന്നുന്നു. ഒന്നും കൂടി വിശദീകരിച്ചാൽ, അമൃതമാധുര്യത്തെ ധിക്കരിക്കുന്ന നിന്തിരുവടിയുടെ ആലാപങ്ങളെ ശ്രവിക്കുന്ന സരസ്വതി ദേവിയുടെ നല്ല മധുരമായ പാട്ടുകൾ അല്ലെങ്കിൽ ആലാപനം, ആ ദേവിയുടെ കുണ്ടല സമൂഹം ഉച്ചമായ ജണൽക്കാരത്താൽ നിന്തിരുവടിക്ക് ഉത്തരം പറയുന്നുവോ എന്ന് തോന്നുന്നു. പരദേവതയുടെ സുഭാഷിതം സാക്ഷാൽ സരസ്വതിക്ക് കൂടി ആശ്ചര്യത്തെ ജനിപ്പിക്കുന്നു. എല്ലാ കലകളുടെയും മൂർത്തീഭാവമാണ് സരസ്വതി ദേവി, പാട്ടിൻ്റെയൊക്കെ. അപ്പം ആ സരസ്വതി ദേവിക്ക് പോലും ആശ്ചര്യത്തെ ഉണ്ടാക്കുന്നു എന്നർത്ഥം. അതായത് അതിശയോക്തിയും ഉൽപ്രേക്ഷയൊക്കെയാണ് അലങ്കാരമായി വരുന്നത്. അപ്പോൾ ഒന്നും കൂടി വായിച്ചിട്ട് ഒരു പ്രാവശ്യം കൂടെ അർത്ഥം നോക്കാം. സരസ്വത്യാ സൂക്തിരമൃതലഹരി കൗശലഹരി. ഇനി വേണമെങ്കിൽ ഇതിനെ സരസ്വത്യാ സൂക്തീഹി അമൃതലഹരി കൗശലഹരി എന്നും വായിക്കാം. പക്ഷെ ഒന്നും കൂടി അഭികാമ്യം സൂക്തിരമൃതലഹരി കൗശലഹരി, ഒറ്റപ്പദമായിട്ട് ചൊല്ലുന്നതാണ്. സരസ്വത്യാ സൂക്തിരമൃതലഹരി കൗശലഹരി പിബന്ധ്യ ശർവാണി ശ്രവണ ചുളുകാഭ്യാം അവിരളം. അവിരളം എപ്പോഴും. ചമൽക്കാര ശ്ലാഘാചലിത ശിരസ കുണ്ടലഗണ ജണൽക്കാരൈ താരൈഹി. ജണൽക്കാരൈഹി താരൈഹിയാണ് ആ സ്ഥാ വന്നത്, സായുടെ സൗണ്ട്. പ്രതിവചനമാചഷ്ടൈവതേ. അങ്ങയുടെ, തേ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ആ പ്രതിവചനം ആണെന്ന് തോന്നുന്നു. സരസ്വതിയുടെ മധുരാലാപങ്ങളെ, സുധാപ്രവാഹത്തിൻ്റെ സുഭഗതയെ അപഹരിക്കുന്ന അല്ലെങ്കിൽ പാനം ചെയ്യുന്ന മഹാദേവ പത്നിയായ ശർവാണി സാവധാനമായി ചെവികളാകുന്ന ചുളുകകൾ കൊണ്ട് ചമൽക്കാര ശ്ലാഘകളിൽ കുളിക്കപ്പെട്ട ശിരസ്സോടു കൂടിയ തലയാട്ടി രസിക്കുക എന്ന് നമ്മൾ പറയില്ലേ, അത് തന്നെ ഇത്. ഇവിടെ കുണ്ടല സമൂഹം ജണൽക്കാര ശബ്ദങ്ങളാൽ നിന്തിരുവടിക്ക് അനുമോദന വചനത്തെ നൽകുവാണോ എന്ന് തോന്നുന്നു എന്നർത്ഥം. അല്ലയോ ഭൈരവപത്നി, സുധാപ്രവാഹത്തിൻ്റെ സുഭഗതയെ അപഹരിക്കുന്ന നിന്തിരുവടിയുടെ മധുരാലാപങ്ങളെ കർണങ്ങളാകുന്ന ചുളുകകൾ കൊണ്ട് സാവധാനമായി പാനം ചെയ്യുന്നവളും അതുനിമിത്തം ചമൽക്കാര ശ്ലാഘകളാൽ കുലിക്കപ്പെട്ട ശിരസോടുകൂടിയവളുമായ സരസ്വതി ദേവിയുടെ കുണ്ടല സമൂഹ ഉച്ചങ്ങളായ ജണൽക്കാര ശബ്ദങ്ങളാൽ നിന്തിരുവടിക്ക് അനുമോദന വചനത്തെ നൽകുന്നു എന്ന് തോന്നുന്നു. ഒന്നും കൂടി വിശദീകരിച്ച് പറയുവാണെങ്കിൽ, അമൃതമാധുര്യത്തെ ധിക്കരിക്കുന്ന നിന്തിരുവടിയുടെ ആലാപങ്ങളെ ശ്രവിക്കുന്ന സരസ്വതി ദേവിയുടെ കുണ്ടല സമൂഹം ഉച്ചമായ ജണൽക്കാരത്താൽ നിന്തിരുവടിക്ക് ഉത്തരം പറയുന്നുവോ എന്ന് തോന്നുന്നു. അതായത് പരദേവതയുടെ സുഭാഷിതം അല്ലെങ്കിൽ ആ സുഭാഷിതം എന്ന് പറഞ്ഞാൽ ഭാഷണം, വാക്കുകൾ, സുഭാഷണം, നല്ല വാക്കുകൾ സാക്ഷാൽ സരസ്വതി ദേവി കൂടി, ആ ദേവിയെ കൂടി ആശ്ചര്യപ്പെടുത്തുന്നു എന്ന് സാരം. സരസ്വത്യാ സൂക്തിരമൃതലഹരി കൗശലഹരി പിബന്ധ്യ ശർവാണി ശ്രവണ ചുളുകാഭ്യാം അവിരളം ചമൽക്കാര ശ്ലാഘാചലിത ശിരസ കുണ്ടലഗണോ ജണൽക്കാരൈസ്താരൈഹി പ്രതിവചനമാചഷ്ടൈവതേ. ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ശ്ലോകവുമായി വരുന്നതുവരെ ഹരി ഓം. അമ്മേ നാരായണ. സകലം ശ്രീദേവ്യാർപ്പണമസ്തു. ഹരി ഓം.